ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 19-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഇതുപോലെ റേഷൻ വിതരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ കോവിഡ് കണക്ക് പറയാം. കോവിഡ് കണക്ക് കുതിച്ചുയരുകയാണ്. സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച കോവിഡ് രോഗികളുടെ എണ്ണം 18,257 പേരാണ്. നെഗറ്റീവ് ആയവർ 4,565 പേരാണ്. നിലവിൽ ആക്റ്റീവായ രോഗികൾ 93,686 പേരാണ്. നാളെ സംസ്ഥാനത്ത് 1,00,000-ന് മുകളിൽ എത്തിയേക്കാം. 25,000-ന് മുകളിൽ ഈ ഒരു കോവിഡ് കണക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം മെഗാ കോവിഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ടുകൾ വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ കൂടുതൽ രോഗികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളോടും 10% ബെഡ് കോവിഡ് ചികിത്സക്കായി നീക്കിവെക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളത്തെ റേഷൻ വിതരണത്തെ കാര്യം നോക്കാം. റേഷൻ വിതരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇനി 10 ദിവസമാണ് ബാക്കിയുള്ളത് ഈ ഒരു മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഈ ഒരു ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാത്ത ആളുകൾ ഉടൻ തന്നെ റേഷൻ കടയിൽ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് ദിവസം വൈകിയിട്ടാണ് ഈ ഒരു മാസം റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഭക്ഷ്യ വിഹിതങ്ങൾ കിട്ടിയിട്ടുണ്ടാവുകയില്ല. ഈ മാസം മണ്ണെണ്ണ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ വിഷു കിറ്റ് അത് ഇപ്പോഴും റേഷൻ കടയിൽ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള പാകത്തിന് എത്തിയിട്ടില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് പോയിട്ട് വാങ്ങുക. ആ കിറ്റ് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വിളിച്ചെന്ന് അന്വേഷിക്കുക, കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന്. ഇപ്പോഴും പല റേഷൻ കടകളിലും എത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മാർച്ച് മാസത്തെ കിറ്റും ഇപ്പോഴും വിതരണം പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും മാർച്ച് മാസത്തെ ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റാത്ത ആളുകൾ നിങ്ങളൊന്ന് പോയിട്ട് വാങ്ങുക. പല ആളുകളും മാർച്ച് മാസത്തിൽ ഒരു കിറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് മാർച്ച് മാസത്തെ കിറ്റ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മാർച്ച് മാസത്തെ കിറ്റ് വാങ്ങാൻ പോവാതിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫെബ്രുവരിയിലെ കിറ്റാണ് മാർച്ച് മാസത്തിൽ കൈപ്പറ്റിയത്. മാർച്ച് മാസത്തെ കിറ്റ് ഇപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിന് നിങ്ങൾ റേഷൻ കടയിൽ പോയി നിങ്ങളുടെ വിരലൊന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളത് വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന്. അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ 2 ഭക്ഷ്യ കിറ്റാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മാർച്ച് മാസത്തെ കിറ്റിൽ 9 ഇനവും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റിൽ 15 ഇനവുമാണ് തുണിസഞ്ചി അടക്കം 2 കിറ്റിലും ഉള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിലുണ്ട്. ഏപ്രിൽ മാസത്തെ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉടൻ തന്നെ പോയി വാങ്ങുക എന്നറിയിക്കുന്നു. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. കോവിഡിന്റെ വ്യാപനത്തെ തുടർന്ന് ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാരും പോലീസും ഒക്കെ നീങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഉള്ളത്. ഇന്ന് ഭാഗികമായിട്ടുള്ള ലോക്ക്ഡൌൺ ആണ് കോഴിക്കോട് ഇന്ന് ഞായറാഴ്ച ഉണ്ടായത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ തുടരും. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ കോവിഡ് ഹോസ്പിറ്റലാക്കി മാറ്റിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വെറും കോവിഡ് ചികിത്സകൾ മാത്രമായിരിക്കും ബീച്ച് ആശുപത്രിയിൽ ഉണ്ടാകുക. നിരോധനാജ്ഞ കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കൂടുതൽ ജില്ലകളിലേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ്. അതായത് കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ തുറക്കുന്നു. അവിടെയെല്ലാം നിരോധനാജ്ഞ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ പോലീസിന്റെ പരിശോധന ബാരിക്കേഡ് വെച്ചിട്ടുള്ള പരിശോധനയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ബൈക്കിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അനാവശ്യമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനും നിങ്ങൾ ഫൈന് അടയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള വേനൽ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. മിന്നലേറ്റുള്ള മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മിന്നലുള്ള സമയത്തും അതുപോലെ തന്നെ മഴയുള്ള സമയത്തും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി സ്വർണത്തിന്റെ വിലയിലേക്ക് വന്നാൽ സ്വർണത്തിന്റെ വില കുതിക്കുകയാണ്. ഇപ്പോൾ 35,000-ന് മുകളിലാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 3,380 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണ വില. കോവിഡിന്റെ വ്യാപനം കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. SSLC പരീക്ഷകൾ മാറ്റിവെക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള അപ്ഡേഷനുകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.